കെ പ്രശാന്ത് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി കെ പ്രശാന്ത് അല്പം മുമ്പ് സംസാരിച്ചത് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ആയിരുന്നു, മുൻ ചീഫ് സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതികൾ ഒരുപാടുണ്ട്, പണം ചിലവാക്കിയിട്ടുണ്ട്, ഓപ്പറേഷൻ അനന്തയൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു. പക്ഷേ പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഏകോപനമില്ലായ്മ പലതരത്തിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാനായി വിഘാതമായിട്ടുണ്ട്. അത് പക്ഷേ ഏകോപിപ്പിക്കേണ്ട സർക്കാരും സംവിധാനങ്ങളും മറ്റുമാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ വലിയ ഒരു ഗതികേടിലേക്ക് ഈ ആമയിഴഞ്ചാൻ തോടിനെ എത്തിച്ചത് എന്നുള്ളതാണ്. അതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു കോർഡിനേഷന് വേണ്ടി നന്നായി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഓപ്പറേഷൻ അനന്തയും അതിനുശേഷമുള്ള പല കാര്യങ്ങളും എനിക്കും നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. മേഖലയിലൊക്കെ ഞാനൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ പലപ്പോഴും ഇത് സംഭവിക്കുന്നത് നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന ഒറ്റ ഇതിലേക്ക് നമ്മുടെ ചർച്ച മാറിപ്പോകും. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇപ്പൊ റെയിൽവേ പോലുള്ള ഒരു സംവിധാനത്തിനകത്ത് അവിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് സംവിധാനം ഉറപ്പായും ഒരുക്കേണ്ടതാണ്. അവിടുത്തെ ഖരമാലിന്യ നിർമ്മാർജ്ജനം നമ്മള് ഏതൊരു സ്ഥാപനവും ഇപ്പൊ NGTയുടെ പരിശോധനയുടെ ഗൈഡ് ലൈനുകൾ, മറ്റ് നിയമനിർമ്മാണങ്ങൾ, ഇതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥാപനങ്ങളും അവരുടെ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഒരുക്കണം. അപ്പൊ അതിന് തക്ക നിലയിലുള്ള ഒരു കോർഡിനേഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരസഭയെ മാത്രം ഈ കാര്യത്തിൽ ചുമതലപ്പെടുത്താതെ റെയിൽവേയിൽ കൈകടത്തണമെങ്കിൽ നഗരസഭയ്ക്ക് മാത്രം പറ്റില്ല. അതുപോലെ തന്നെ മിലിറ്ററി ക്യാമ്പിൽ കൈകടത്തണമെങ്കിൽ നഗരസഭയ്ക്ക് മാത്രം പറ്റില്ല. ഇങ്ങനെ ഓരോ ഇടപെടാൻ തക്ക നിലയിൽ ഗവൺമെന്റ് തലത്തിൽ ഇത്തരം കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായിട്ടും മറ്റ് സ്ഥാപനങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടാനും ഇടപെടാനും കഴിയുന്ന നിലയിലുള്ള ഒരു കോർഡിനേഷൻ തീർച്ചയായിട്ടും ഇതിനകത്ത് വരണം. അന്ന് ശ്രീ ജിജി തോംസൺ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ മുൻകൈയെടുത്ത് റെയിൽവേ ബോർഡ് ചെയർമാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഓപ്പറേഷൻ അനന്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷൻ ഇതിനകത്ത് വരണം. ഇപ്പൊ കേവലം മേയറോ അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയോ മാത്രം വിചാരിച്ചാൽ നോട്ടീസ് കൊടുക്കുക, മറ്റ് ചില കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ആ ഒരു അത്തരം സ്ഥാപനങ്ങൾക്കകത്ത് ഇടപെടാൻ തക്ക നിലയിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ ഈ സംഭവം ഇടയാകണം എന്നുള്ളത്. കോർഡിനേഷന് മുൻകൈ എടുക്കേണ്ടത് ആരാണ്? അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള പ്രത്യേക കാര്യം കൂടി ഉണ്ടല്ലോ. അല്ല, അത് ഞാനതാണ് സൂചിപ്പിച്ചത്. ഈ കാര്യത്തിൽ MP-മാർക്ക് ഉത്തരവാദിത്തമുണ്ട്, MLA-മാർക്ക് ഉത്തരവാദിത്തമുണ്ട്, ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും, നഗരസഭയ്ക്ക് മാത്രമല്ലെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അവരൊക്കെ അങ്ങോട്ട് കൈകഴുകി മാറി വന്നിട്ട് ഇതെല്ലാം നഗരസഭ ചെയ്യേണ്ട കാര്യമാണ്, ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവൂ? ഇപ്പൊ MLA എന്ന നിലയിൽ ഞാൻ എന്റെ നിയോജക മണ്ഡലത്തിനകത്ത് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ നടത്തണം. MP എന്ന നിലയ്ക്ക് MP ഇടപെട്ടുകൊണ്ട് റെയിൽവേക്ക് അടക്കം NOC നൽകിയിട്ടില്ലെങ്കിൽ NOC നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള കോർഡിനേഷൻ നടത്തണം. അത്തരമൊരു ഇടപെടൽ എല്ലാ മേഖലയിലും വരണം. തീർച്ചയായിട്ടും നഗരസഭ അതിന് കോർഡിനേഷൻ നടത്തണം. കാരണം നഗരസഭയുടെ ഒരു പ്രാഥമിക ചുമതലയായി, അനിവാര്യ ചുമതലയായി ഇത് വരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നഗരസഭയ്ക്കകത്തുള്ള ഇത്തരം വലിയ സ്ഥാപനങ്ങൾ, ഇപ്പോൾ റെയിൽവേ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേക്കകത്ത് അവരുടെ നിയമത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഉയർന്ന ബോഡിയിലുള്ള ഒരാൾ കൂടി അതിനകത്ത് ഇടപെട്ട് ആവശ്യം വേണ്ടുന്ന കൺകറൻസും NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ താങ്കൾ മേയറായിരുന്ന കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്ന ഓപ്പറേഷൻ അനന്തയുടെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് പോയത്. പക്ഷെ അത് വിജയകരമായി നടന്നൊരു സംവിധാനമാണ്. പക്ഷെ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്നതും പ്രധാനമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയൊരു വീഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അല്ല, തുടർ പ്രവർത്തനം നമുക്കറിയാമല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ നമ്മുടെ റെയിൽവേയുടെ 2 കരകളിലും, അതായത് നമ്മുടെ ചൈത്രം ഹോട്ടലിന്റെ ഭാഗത്തും തൊട്ടപ്പുറത്ത് നമ്മുടെ പവർ ഹൗസ് റോഡിന്റെ ഭാഗത്തും അവിടെ നഗരസഭ നെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തോടിനകത്ത് മാലിന്യങ്ങൾ ഈ കനാലിലേക്ക് കടന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ വലിയ തോതിൽ ഒഴുകി പോകാതിരിക്കാനുള്ള നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യമാണ് ജോയിയെ കാണാതായ ആദ്യ ദിവസം നമ്മൾ മാറ്റിയത്. ഇത് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. ഈ കനാലിനകത്തുള്ള റെയിൽവേ പ്രോപ്പർട്ടിക്ക് അകത്തുള്ള ഭാഗമാണ് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ശുചീകരണം നടത്താൻ പലവിധ തടസ്സങ്ങൾ കാരണം കഴിയാതിരുന്നത്. ഇപ്പൊ നഗരസഭ ഇപ്പൊ ഈ ഭാഗം മാത്രമല്ലല്ലോ, തിരുവനന്തപുരത്തിനകത്തൊരു 12ഓളം വരുന്ന ഇത്തരത്തിലുള്ള ചില പോയിന്റുകളുണ്ട്. നഗരത്തിൽ വെള്ളക്കെട്ടിന് ഇടയാക്കിയേക്കാവുന്ന ആ പോയിന്റുകൾ, അവിടെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരു ശുചീകരണ പ്രവർത്തനം നടത്താറുണ്ട്. റെയിൽവേ പോലുള്ള സ്ഥലങ്ങളിൽ അനുവാദം കിട്ടിയാൽ മാത്രമേ നടത്താൻ വേണ്ടി കഴിയുള്ളൂ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ നഗരസഭ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ പല മേഖലകളും ഇത്തവണ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. നന്ദി ശ്രീ വി കെ പ്രശാന്ത്. മുൻ മേയറാണ്, വട്ടിയൂർക്കാവ് MLA കൂടിയാണ് അദ്ദേഹം. നമുക്ക് അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും